ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഡിംഗ് ആണ്. ബട്ടർസ്കോച്ച് പുഡിംഗ് ആണ്. എളുപ്പത്തിൽ തയ്യാറാക്കാം. ഇപ്പോൾ വെക്കേഷനല്ലേ, കുട്ടികളൊക്കെ വീട്ടിലിരിക്കല്ലേ, കുട്ടികൾക്ക് തന്നെ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. ഇതിൽ നമ്മൾ മുട്ട ഉപയോഗിക്കാതെയാണ് ഈ പുഡിംഗ് ഉണ്ടാക്കുന്നത്. ജെലാറ്റിനോ ചൈന ഗ്രാസോ ഒന്നും തന്നെ നമ്മൾ ഉപയോഗിക്കുന്നില്ല. അപ്പോൾ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഈസി പുഡിങ്ങിന്റെ റെസിപ്പിയിലേക്ക് പോകും. അതിനു മുമ്പേ നമ്മുടെ ചിക്കൂസ് ഡൈൻ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. വീഡിയോ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കല്ലേ. ഷെയർ ചെയ്യുന്നവർ അതിന്റെ സ്ക്രീൻഷോട്ട് മെയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഗിവ് അവേയിലും പങ്കെടുക്കാം. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് അടങ്ങിയിട്ടുള്ള വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. അതൊന്ന് കണ്ടിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് നല്ല അടിപൊളി ബട്ടർസ്കോച്ച് പുഡിങ്ങിന്റെ റെസിപ്പിയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ഈ ഒരു പുഡിംഗ് ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ നമുക്ക് ഒരു ബൗളൊന്ന് ഗ്രീസ് ചെയ്ത് വെക്കാം. അപ്പോൾ നമുക്ക് ഗ്ലാസിന്റെ ബൗളോ സ്റ്റീലിന്റെ ബൗളോ ഏതായാലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് കുറച്ച് ബട്ടർ വെച്ചൊന്ന് ഗ്രീസ് ചെയ്ത് വെക്കുകയാണ്. ഇനി നമുക്ക് ഒരു കപ്പിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് നമുക്കൊരു 1/2 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണിന്റെ പകുതി ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 2 നുള്ള് ഉപ്പ് ഇട്ടാൽ മതി. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇനി നമുക്ക് ഒരു സോസ് പാനിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. അതൊന്ന് കാരമലൈസ് ചെയ്ത് വരട്ടെ. ചെറിയ തീയിൽ വെച്ചിരുന്നാൽ മതി. അപ്പോൾ അത് നന്നായിട്ട് കാരമലൈസ് ചെയ്ത് വന്നിട്ടുണ്ട്. ഒരുപാട് കരിഞ്ഞു പോരുത് കേട്ടോ. ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആയാൽ മതി. അതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടറോട് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി അതിലേക്ക് നമുക്കൊരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതൊന്ന് തിളക്കട്ടെ. അപ്പോൾ അതൊന്ന് തിളച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കോൺഫ്ലവറിൻ്റെ ആ മിക്സില്ലേ അത് ഒഴിച്ചു കൊടുക്കാം. ഇത് ഒഴിക്കുന്നതിന് മുമ്പ് ഒന്ന് ഇളക്കി കൊടുക്കണേ. അല്ലാന്നുണ്ടെങ്കിൽ കോൺഫ്ലവർ അടിയിൽ പോയി ഇങ്ങനെ കിടക്കാൻ സാധ്യതയുണ്ട്. അത് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് കോൺഫ്ലവർ ഒഴിച്ചതിന് ശേഷം നമുക്ക് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കാം. അപ്പം ആദ്യം വെള്ളം ഒഴിക്കുന്ന സമയത്ത് ആ പഞ്ചസാരയൊക്കെ കട്ട പിടിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് സമയം വെച്ച് തിളപ്പിക്കുമ്പോഴത്തേക്കും ആ കട്ടയൊക്കെ മെൽറ്റ് ആയിട്ടുണ്ടാവും. അതിനുശേഷം മാത്രമേ ഈ കോൺഫ്ലവറിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കാവുള്ളൂ. നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കുറച്ച് സമയം ഒന്ന് ഇളക്കുമ്പോഴത്തേക്ക് നല്ല തിക്കായിട്ട് വരും. കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കണേ. ഇല്ലാന്നുണ്ടെങ്കിൽ കട്ടകൾ ഇങ്ങനെ ഉണ്ടാവും. നല്ല സ്മൂത്ത് ആയിട്ടുള്ളൊരു ടെക്സ്ചർ നമുക്ക് കിട്ടില്ല. ഇപ്പം ഇത് മതി. ഇതിപ്പോൾ നല്ല തിക്കായിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസി മതിട്ടോ. നല്ല പോറിങ് കൺസിസ്റ്റൻസി അല്ല, ഇങ്ങനെ ഒഴിക്കുന്ന സമയത്ത് ഇങ്ങനെ മുറിഞ്ഞു വീഴില്ലേ, ആ ഒരു കൺസിസ്റ്റൻസി മതി. ഇത് നമുക്കിത് ഗ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്ന ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അത് ഒഴിച്ചിട്ടുണ്ട്. ഇനി അതൊന്ന് തണുക്കട്ടെ. തണുത്തതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കാം. ഫ്രിഡ്ജിൽ ഒരു 1/2 മണിക്കൂർ വെച്ചാൽ മതി. അപ്പോഴത്തേക്ക് നല്ല സെറ്റായിട്ട് കിട്ടും. ഇപ്പോൾ തണുത്തിട്ടുണ്ട്. ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കാം. ആ സമയത്ത് നമുക്കൊരു ബൗളിലേക്ക് 4 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആണ് ഇട്ട് കൊടുക്കുന്നത്. അതിലേക്ക് നമുക്കൊരു 1/4 കപ്പ് പാല് ഒഴിച്ചു കൊടുക്കാം. അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു നുള്ള് ഉപ്പും കൂടെ ഇട്ടിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത് കട്ടകളില്ലാണ്ട് ആക്കി വെക്കാം. തന്നെ നമുക്കൊരു കടായി അടുപ്പത്ത് വെക്കാം. നേരത്തെ വെച്ച സോസ് പാൻ തന്നെ വെച്ചിരുന്നാലും മതി. അതിലേക്ക് നമുക്ക് 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഞ്ചസാര അതേപോലെ തന്നെ കാരമലൈസ് ചെയ്ത് വരട്ടെ. ഇതിലേക്ക് വേണമെങ്കിൽ 1 ടീസ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. കരിഞ്ഞു പോകാതെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണേ. കാരണം വെച്ചാൽ കരിഞ്ഞു പോയാൽ അതിനൊരു കയ്പ്പ് രസമായിരിക്കും ഉണ്ടാവുക. ഒരു ഗോൾഡൻ ബ്രൗൺ കളർ അത് എപ്പോഴും ശ്രദ്ധിച്ചിരുന്നാൽ മതി. അപ്പോൾ അതാ നന്നായിട്ട് മെൽറ്റായിട്ട് ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടർ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/4 കപ്പ് ഫ്രഷ് ക്രീമാണ്. അതോട് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഫ്രഷ് ക്രീം ഇല്ലാന്നുണ്ടെങ്കിൽ വിപ്പിംഗ് ക്രീം ചേർത്താൽ മതി. പിന്നെ ഇത് രണ്ടും ഇല്ലാന്നുണ്ടെങ്കിൽ വീട്ടിൽ പാലിന്റെ പാടയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടാവുമല്ലോ, അത് ചേർത്ത് കൊടുത്തിരുന്നാലും മതി. ഇനി ഇതൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ എടുക്കുന്ന പാല് കുറച്ച് തിക്കായിട്ടുള്ള പാല് എടുത്തിരുന്നാലും മതി. നല്ല തിക്കായിട്ടുള്ള പാൽ എങ്ങനെയാണ് എടുക്കുക എന്നുള്ള ഒരു കൊച്ചു ടിപ്പ് പാല് തിളയ്ക്കാൻ വെച്ചതിന് ശേഷം കാണിച്ചു തരാം. ഇനി അതിലേക്ക് നമുക്ക് 1/2 കപ്പ് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പാലും കൂടെ ഒഴിച്ച് നമുക്കിതൊന്ന് തിളച്ച് വരട്ടെ. ഇനി നല്ല തിക്കായിട്ടുള്ള ഫാറ്റ് കൂടിയ പാൽ എങ്ങനെയാണ് നമ്മൾ സാധാരണ പാക്കറ്റ് പാലിൽ നിന്ന് എടുക്കുന്നതെന്ന് ഒന്ന് പറയാം. നമ്മളിപ്പോൾ സാധാരണ പാക്കറ്റ് പാൽ വാങ്ങിക്കുമല്ലോ, അപ്പോൾ ആ പാക്കറ്റ് തന്നെ നല്ല ഫ്രീസറിൽ വെച്ച് നല്ല കട്ടിയായിട്ടുള്ള പാലെടുക്കുക. അത് നമുക്ക് കുറച്ച് സമയം ഒന്ന് വെള്ളത്തിലിട്ട് വെച്ച് കഴിയുമ്പോഴത്തേക്കും അതിൽ നിന്ന് കുറച്ച് പെട്ടെന്ന് മെൽറ്റായി വരുന്ന പോർഷൻ എന്ന് പറഞ്ഞാൽ ഫാറ്റ് കണ്ടന്റ് കൂടുതലുള്ള പോർഷൻ ആയിരിക്കും. ആദ്യം മെൽറ്റായി വന്നിട്ടുള്ള ആ പാലെടുത്താൽ കുറെ കൂടി നല്ല തിക്കായിട്ടുള്ള പാല് കിട്ടും. തിക്ക് പാല് എങ്ങനെയാണ് എടുക്കുന്നത് എന്നുള്ളൊരു കൊച്ചു ടിപ്പാണിത്. അപ്പോൾ ക്രീമൊന്നും ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ എടുക്കുന്ന 1/2 കപ്പ് പാലില്ലേ, അതിന് പകരം ഈ ഒരു പാല് എടുത്തിരുന്നാൽ മതി. അപ്പോൾ അതിൽ അവസാനം കിടക്കുന്ന കട്ട എന്ന് പറയുന്നത് അത് കൂടുതൽ വെള്ളത്തിന്റെ അംശം കൂടുതലുള്ളതായിരിക്കും. അപ്പോൾ നമ്മുടെ പാല് ഒഴിച്ചതും തിളച്ചിട്ടുണ്ട്. അത് അവിടെ ഇരുന്ന് ഒരു 5 മിനിറ്റ് ഒന്ന് തിളക്കട്ടെ. കുറച്ച് സമയം ഒന്ന് തിളക്കട്ടെ. അപ്പോൾ ഒരു 5 മിനിറ്റ് ഒക്കെ ഒന്ന് ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന കോൺഫ്ലോർ ഇല്ലേ, അത് ചേർത്ത് കൊടുക്കാം.
അത് എപ്പോഴും എടുക്കുന്ന സമയത്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ച ഉടനെ തന്നെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കണം, ഇല്ലാന്നുണ്ടെങ്കിൽ കട്ട കിട്ടും. പെട്ടെന്ന് തന്നെ തിക്കായി കിട്ടും കേട്ടോ. തീ കുറച്ച് വെച്ചിട്ട് ഇളക്കിയിരുന്നാൽ മതി. അപ്പോൾ ആ ഒരു കോൺഫ്ലോർ കുറച്ചൊന്ന് വേവുകയും കൂടെ ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി തീ കുറച്ചിട്ടിട്ട് ഇളക്കിക്കൊണ്ടിരുന്നാൽ മതി. അപ്പം ഈ ഒരു കൺസിസ്റ്റൻസി മതി കേട്ടോ. ഈ ഒരു നമ്മൾ കോഴി ഊറ്റുന്ന സമയത്ത് പോറിങ് കൺസിസ്റ്റൻസി അല്ല, ഇങ്ങനെ മുറിഞ്ഞ് വീഴുന്ന ആ ഒരു കൺസിസ്റ്റൻസി ഇത് മതി. അപ്പോൾ നമ്മൾ നേരത്തെ സെറ്റ് ആവാൻ വേണ്ടി ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള ഐറ്റം നല്ല തണുത്ത് റെഡി ആയിട്ടുണ്ട്. നല്ല കട്ടിയായിട്ടാണുള്ളത് കേട്ടോ. തൊട്ട് നോക്കുമ്പോഴൊക്കെ അത്യാവശ്യം നല്ല തിക്നെസ്സോട് കൂടി തന്നെ ഉണ്ട്. നമുക്കതിൻ്റെ മുകളിലേക്ക് ഉടനെ തന്നെ നമ്മളിപ്പോൾ ഉണ്ടാക്കിയ ആ ഒരു മിക്സും കൂടെ ഒഴിച്ചു കൊടുക്കാം. ചൂടോടുകൂടി തന്നെ ഒഴിച്ചു കൊടുക്കണം. അത് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഒരു സ്പൂൺ വെച്ച് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഇതിനി ഒന്നിരുന്ന് തണുക്കട്ടെ. തണുത്തതിന് ശേഷം നമുക്കൊന്ന് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കാം. ഒരു 2 മണിക്കൂറൊക്കെ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് സെറ്റായി കിട്ടും. ഞാനിപ്പോൾ അത് ഫ്രിഡ്ജിലേക്ക് വെച്ച് നാളെ എടുക്കുന്നുള്ളൂ. പിന്നെ പെട്ടെന്ന് തന്നെ കഴിക്കണം എന്നുണ്ടെങ്കിൽ ഒരു 1/2 മണിക്കൂറൊക്കെ ഒന്ന് ഫ്രീസറിൽ വെക്കുമ്പോൾ തന്നെ പെട്ടെന്ന് തിക്കായി കിട്ടും. അപ്പോൾ നമ്മൾ ജലാറ്റിൻ ഒന്നും ഇട്ട് ഉണ്ടാക്കുന്ന പുഡിംഗ് പോലെയല്ല, ഇത് പെട്ടെന്ന് തിക്കായി കിട്ടും. ജലാറ്റിൻ ഇട്ടതാണെങ്കിൽ ഒരുപാട് കൂടുതൽ ടൈം വെക്കേണ്ടി വരും സെറ്റ് ആവാനൊക്കെ ആയിട്ട്. ഇതാകുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് സെറ്റായിട്ട് കിട്ടും. ഇപ്പം പിറ്റേ ദിവസം ആയിട്ടുണ്ട്. നമ്മുടെ പുഡിംഗ് നല്ല സെറ്റായിട്ട് തന്നെ ഇരിക്കുകയാണ്. 1 മണിക്കൂർ കൊണ്ടൊക്കെ തന്നെ സെറ്റ് ആവട്ടെ. പക്ഷെ നന്നായിട്ട് നല്ല തണുത്തിരിക്കുന്ന പുഡിംഗ് കഴിക്കാനാണ് ടേസ്റ്റ്. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് കൂടുതൽ സമയം വെക്കണം എന്ന് പറയുന്നത്. നമ്മൾ സൈഡിൽ കൂടെയൊക്കെ ഒന്ന് വിടിയിച്ച് കൊടുക്കുകയാണ്. കൈ കൊണ്ട് പതുക്കെ ഒന്ന് പ്രസ് ചെയ്തൊന്ന് വലിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് വിട്ട് കിട്ടും. അത് നമുക്കൊരു പ്ലേറ്റ് വെച്ചൊന്ന് കമത്തി ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഒന്ന് പതുക്കെ ഒന്ന് ഇളകി വരാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒന്ന് വെച്ചൊന്ന് കുലുക്കി കൊടുത്താൽ മതി. പെട്ടെന്ന് ഇളകി വന്നോളും. അടിപൊളി, നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. 2 ലെയറായിട്ട് ഇരിക്കുന്ന നമ്മുടെ ബട്ടർസ്കോച്ച് പുഡിംഗ്. ഇങ്ങനെ ഇളക്കി കഴിഞ്ഞാൽ ഇങ്ങനെ ഇളകിക്കൊണ്ടിരിക്കും കേട്ടോ. നല്ല ഭംഗിയായി. പുഡിംഗ് ഉണ്ടായി കഴിഞ്ഞാൽ എനിക്കിങ്ങനെ ഇളക്കാൻ നല്ല ഇഷ്ടമാണ്. നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ ആടി കളിക്കും. നമുക്കൊരു ചെറിയും കൂടെ അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം, ഒരു ഭംഗിക്ക് വേണ്ടി. അത്രയേ ഉള്ളൂ. അതൊന്നും വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി നമുക്ക് കട്ട് ചെയ്യാം. നല്ല ഭംഗിയായിട്ട് കാണാനായിട്ട്. കട്ട് ചെയ്യാനൊന്നും തോന്നുന്നില്ല. എന്തായാലും കട്ട് ചെയ്യാണ്. നല്ല സോഫ്റ്റ് ആട്ടോ. കട്ട് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. നമുക്കിങ്ങ് എടുക്കാം, പതുക്കെ എടുക്കാം. ഒരു പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കാം. ഒന്നും കൂടെ ഞാൻ ഇളക്കി കൊടുത്ത് നോക്കട്ടെ. നല്ല ഭംഗിയുണ്ട് ഇങ്ങനെ ഇളകി കളിക്കുന്ന കാണാനായിട്ട്. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. എടുക്കട്ടെ. അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളിയാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. പണ്ടത്തെ ആ ഒരു കാരമൽ കാൻഡിയൊക്കെ ഇല്ലേ, ആ ഒരു കാൻഡിയൊക്കെ കഴിക്കുന്ന ആ ഒരു ടേസ്റ്റാണ്. നല്ലൊരു ക്രീമി ആയിട്ടുള്ള ഒരു ടെക്സ്ചറാണ്. നമ്മൾ ക്രീമൊക്കെ ചേർത്തിട്ടുണ്ടല്ലോ, ഫ്രഷ് ക്രീമൊക്കെ ചേർത്തിട്ടുണ്ട്. അടിപൊളിയായിട്ടാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. കാരണം എല്ലാ പ്രായത്തിലുള്ളവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പുഡിങ്ങാണത്. നമ്മൾ കഴിച്ചുകൊണ്ടേയിരിക്കാൻ തോന്നും. കഴിച്ചു കഴിഞ്ഞാലും വീണ്ടും കഴിക്കാൻ തോന്നും. എളുപ്പത്തിൽ കഴിഞ്ഞില്ലേ, എത്ര പെട്ടെന്ന് കഴിയും നമ്മൾ ഈ ഒരു പുഡിംഗ് ഉണ്ടാക്കാനായിട്ട്. വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ച് തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു പുഡിങ്ങാണ്. അപ്പോൾ എല്ലാവർക്കും ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ. അടിപൊളിയാട്ടോ. തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം. കഴിച്ചു കഴിഞ്ഞാലും ആ ടേസ്റ്റ് ഇങ്ങനെ വായിലിങ്ങനെ നിൽക്കും. അടിപൊളി. അപ്പോൾ എന്തായാലും എല്ലാവരും ഈ ഒരു സൂപ്പർ ഈസി സൂപ്പർ ടേസ്റ്റി പുഡിംഗ് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്യണേ. അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം. അതുവരേക്കും സ്റ്റേ ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്. ബൈ.